സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഹേമ കമ്മീഷൻ ഇതിപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നത് എന്തുകൊണ്ടാണ്? അതിജീവിതയുടെ ആ പ്രശ്നം കൊണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരു നടി ആക്രമിക്കപ്പെട്ടു. ആ സംഭവത്തിലാണ് 7 വർഷമായി ആ സംഭവം കഴിഞ്ഞിട്ട് ഇതുവരെ ആ നടിക്ക് നീതി കിട്ടി. ഈ കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ അതിൽ നടപ്പിലാവുമെന്ന് ചേച്ചി കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇല്ല ഇല്ല. ഈ രാത്രി കാലങ്ങളിൽ കഥകിൽ മുട്ടി വിളിക്കുന്ന സംഭവങ്ങളുണ്ടോ? ദൈവാദനം പോലെ എൻ്റെ കഥയിലൊന്നും ആരും മുട്ടി വിളിച്ചില്ല. കമ്മിറ്റി പുറത്തുവിടാത്ത വിവരങ്ങളിൽ ഇത്തരം ക്ലിപ്പിംഗ്സും വിളിച്ചതിൻ്റെ സന്ദേശം ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ പിന്നെന്താ വിടാത്ത? അവരാരെയാ പേടിക്കുന്നു? അപ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ ആൾക്കാർ പറയുന്നത് അടൂർ ബാസി പോകുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ ശ്രീലത പോകും. എന്നോട് ബാസി ചേട്ടൻ അന്ന് എന്നോട് പറഞ്ഞു, നായികയാവാൻ ശ്രമിച്ചോളൂ. പക്ഷേ നായികയാൻ ശ്രമിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോൾ 3-4 പടത്തിൽ അഭിനയിച്ചുകൊണ്ട് ചിലപ്പോൾ പടമൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അന്നിപ്പോൾ ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ തന്നെ ഈ പെൺകുട്ടികൾ സിനിമയിൽ വരുന്നതിനോട് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. ആ സിനിമയിൽ പോയി കഴിഞ്ഞാൽ അത് ചീത്തപ്പേരായി എന്നാണ് ഒരു ധാരണ. നമ്മളെ ആവശ്യമാണ്, ഞങ്ങൾ മസ്റ്റാണ് സിനിമയിൽ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു 10-600 പേരുണ്ട് അഭിനേതാക്കൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ വഴങ്ങിന്നിരിക്കട്ടെ, അവസരം കിട്ടുമെന്ന് എന്താ ഉറപ്പ്? പുതുമുഖ നടിമാർക്ക് ജാട കൂടുതലാണോ? ആണോ? ജാട കുറച്ച് ജാടയൊക്കെ ഉണ്ട്. സിനിമാ ഫീൽഡിൽ എല്ലാവരും ചീത്തയാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിലും ഉണ്ട് കുറച്ച് നല്ലവർ, കുറച്ച് ചീത്ത ആൾക്കാർ. പറയുന്ന നടിയുടെ മരണം എന്ന് പറഞ്ഞാൽ അത് ഇന്നൊരു ദുരൂഹതയാണ്. അവരെന്തിന് ആത്മഹത്യ ചെയ്തു ആർക്കും അറിയത്തില്ല. പക്ഷേ അവർ ഈ മരിക്കുന്ന ദിവസം അവരുടെ വീട്ടിൽ താമസിച്ചിരുന്ന ആരോ ഒരാൾ ഒരു കപ്പ് ചായ കൊടുത്തു. ആ ചായ കുടിച്ചതിന് ശേഷമാണ് മരിച്ചതെന്നാണ്. ഞാൻ പറഞ്ഞു ഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു ഡ്രസ്സ് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അതാണെന്ന്. അയ്യോ, ഞാൻ പറഞ്ഞു ഇത് വളരെ ചെറുതല്ലേ. അയ്യത് അപ്പോൾ എന്നോട് പറഞ്ഞു അടുത്ത് കിടക്കുന്നുണ്ടോ, അതിലും ചെറുതാണല്ലോ. അതാരുടെയാ? അത് നായികയുടെയാണ്. സംഘടനയുടെ തലപ്പത്തിരിക്കണമെന്ന എല്ലാവർക്കും ആഗ്രഹം. അത് നടക്കില്ല. മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂക്കായോ ആരെങ്കിലും വേണ്ടേ, പിന്നെ ഈ കൈയിട്ട് വാരാത്തൊരു വേണ്ടേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. അല്ലാതെ അവർക്ക് ഒട്ടും താല്പര്യമില്ല. എല്ലാവരും ഈ സിനിമയിലോട്ട് മുഖം കാണിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. നിങ്ങൾ ക്യൂയിലാണ്. അത് ഇവർ ചൂഷണം ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ധൈര്യമായിട്ട് പറയുക, ഇങ്ങനെ ആളെ വിളിച്ചാൽ എനിക്ക് സൗകര്യമില്ല, ഇതിന് പടം വേണ്ട പോ. പ്രശസ്ത ചലച്ചിത്ര നടിയും സംഗീതജ്ഞയുമായ ശ്രീലത നമ്പൂതിരിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീമതി ശ്രീലത നമ്പൂതിരി. നമസ്കാരം. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പം ചർച്ചാ വിഷയം. അതെ. ചേച്ചി അഭിനയ രംഗത്ത് വന്നിട്ട് തന്നെ 1/2 നൂറ്റാണ്ട് കഴിഞ്ഞു. ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായെങ്കിലും അന്നും ഈ രാത്രി കാലങ്ങളിൽ കഥകിൽ മുട്ടി വിളിക്കുന്ന സംഭവങ്ങളുണ്ടോ? ദൈവാദനം പോലെ എൻ്റെ കഥയിലൊന്നും ആരും മുട്ടി വിളിച്ചില്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, സിനിമ ഞാൻ അന്വേഷിച്ച് പോയതല്ല, സിനിമ എന്നെ അന്വേഷിച്ച് വന്നതാണ്. എൻ്റെ അച്ഛൻ്റെ സഹോദരി പണ്ട് പ്രേംനസീറിൻ്റെ നായികയായിരുന്നു. പിന്നെ അവരുടെ ഭർത്താവ് PK സത്യപാൽ സിനിമകൾ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ KPSL അഭിനയിക്കുന്നതെന്ന് അറിഞ്ഞപ്പം അവരിങ്ങനെ അവരുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു, വിരുദ്ധൻ ശംഖു. എനിക്ക് താല്പര്യമില്ലായിരുന്നു, പക്ഷേ അമ്മയൊക്കെ നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നതിന് ശേഷം അറിയുന്നത് ഈ അടൂർ ബാസി ചേട്ടൻ്റെ കൂടെയാണ് നായിക. അഭിനയിച്ചില്ല. കാരണം എന്താ വെച്ചാൽ സങ്കല്പത്തിൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ പ്രേംനസീറും ഒക്കെ ആണല്ലോ. പ്രേംനസീറിൻ്റെ നായിക ആണല്ലോ എന്നായിരിക്കും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പം പിന്നെ ഒന്നാമത് കോമഡി നമുക്കറിയാൻ വയ്യ. അതൊക്കെ വലിയ പ്രശ്നമാണ്. ആരൊക്കെ എന്നോട് പറഞ്ഞു തന്നു, നമ്മൾ കയ്യിൽ നിന്നിട്ടൊക്കെ പറയേണ്ടി വരും കേട്ടോന്ന്. അതൊട്ടും പറ്റത്തില്ല. അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചു, തിരിച്ചു പോരാ എന്നിരുന്നപ്പോൾ വീണ്ടും ഒരു സിനിമ വന്നു, നമ്മുടെ സത്യൻ മാസ്റ്ററുടെ മകളായിട്ട് ആശാചക്രം. ശരി, അത് ഹൈദരാബാദിലായിരുന്നു ഷൂട്ടിങ്. വേണ്ട, മതി, സിനിമ മതി, പോരാ. അതിലഭിനയിച്ചു. അത് പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ഒരു 75 മറ്റോ റിലീസ്. പിന്നെ വീണ്ടും ഒരു പടം ഇങ്ങനെ ബാസിയേട്ടൻ്റെ കൂടെ പഠിച്ച കള്ളൻ ഒരു പടം വന്നു. വേണോ വേണ്ട എന്ന് ആകെ ഒരു കൺഫ്യൂഷനായപ്പോൾ M. കൃഷ്ണൻ നായർ സാറ് നിർബന്ധിച്ചു, ഒരു കാര്യം ചെയ്യും, ഈ പടത്തിൽ അഭിനയിച്ചിട്ട് വയ്ക്കുള്ളൂ. അന്നെന്താ വെച്ചാൽ കോമഡി അഭിനയിക്കാൻ ചെറുപ്പക്കാരില്ല. കോമഡി പെട്ടെന്നല്ല, കുറച്ച് പടങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, എനിക്ക് കോമഡി ഒന്നും ശരിയാവത്തില്ല സാർ, അത് സാരമില്ല, ഇതിൽ അഭിനയിച്ചിട്ട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ 2 ഡാൻസ് ഉണ്ട് അതിൽ. അതെനിക്കറിയാം. എപ്പോൾ ഡാൻസ് മാസ്റ്ററെ വെച്ച് റിഹേഴ്സൽ തന്നു ഇങ്ങനെയൊക്കെ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കൊരു 10-17 വയസ്സേ ഉള്ളൂ. അത്രയും ചെറുപ്പക്കാരികൾ കോമഡി അഭിനയിക്കാനില്ല. വരുന്നവരെല്ലാം നായികമാരാവാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ ശരി, ഏതായാലും ഈ നിർബന്ധത്തിനൊക്കെ വഴങ്ങി ആ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് സിനിമകൾ വന്നു.
നായികയാകണമെന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ചു അന്നേരത്തേക്ക്? അത് ഉപേക്ഷിച്ചു. അതെന്തുകൊണ്ടാണ്? സൗന്ദര്യവും അഭിനയ മികവും എല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? എളുപ്പമാണ്. കാരണം അല്ലല്ല, എന്നോട് ബാസിച്ചേട്ടൻ അന്ന് എന്നോട് പറഞ്ഞു, നായികയാവാൻ ശ്രമിച്ചോളൂ, പക്ഷേ നായികയാൻ ശ്രമിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോൾ 3-4 പടത്തിൽ അഭിനയിച്ചുകൊണ്ട് ചിലപ്പോൾ പടമൊന്നും കിട്ടിയെന്ന് വരത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കോമഡി, എൻ്റെ കൂടെ അഭിനയിക്കാൻ ബഹദൂറുണ്ട്, അതാണ് നിങ്ങൾക്ക്. കാരണം ഈ ഫീൽഡിൽ ഇപ്പോൾ കോമഡി അഭിനയിക്കാൻ അങ്ങനെ ഒരു ചെറുപ്പക്കാരിയില്ല. അപ്പം അതാണ് നല്ലത്. അപ്പം ഞാനും വിചാരിച്ചു ഏതായാലും നമ്മൾ വന്നു, ഇനിയിപ്പം രണ്ടിലൊന്നും തീരുമാനിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഞാൻ അങ്ങനെ സിനിമകൾ അഭിനയിക്കാൻ തുടങ്ങി. ഒരു വർഷത്തിൽ 30 സിനിമ വരെ അഭിനയിച്ചു. ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഈ പുതിയതായിട്ടൊരു അവസരം തേടി വരുന്ന ഒരു നടി അവർ വഴങ്ങിക്കൊടുക്കാതെ അത് കിട്ടാൻ പ്രയാസമാണെന്ന് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അന്നും അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടോ ചേച്ചിയുടെ അനുഭവത്തിൽ? അല്ലെങ്കിലും ഇല്ല, എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ആരും പറഞ്ഞു കേട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നിപ്പോൾ ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ തന്നെ ഈ പെൺകുട്ടികൾ സിനിമയിൽ വരുന്നതിനോട് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു വീട്ടുകാർക്ക്, ഇപ്പോൾ എൻ്റെ ബന്ധുക്കൾക്കൊക്കെ. അപ്പോൾ അധികം പെൺകുട്ടികൾ ഈ ഫീൽഡിലോട്ട് കടന്നു വന്നിരുന്നില്ല. അപ്പോൾ പിന്നെ പല പേടികളുള്ളതുകൊണ്ടല്ലേ ആ സിനിമയിൽ പോയി കഴിഞ്ഞാൽ അത് ചീത്തപ്പേരായി എന്നാണ് ഒരു ധാരണ. അപ്പം അന്ന് ഞങ്ങളൊരു 50 പേരേ ഉള്ളൂ അഭിനയിക്കാൻ. അപ്പം ഞങ്ങൾ തന്നെ എന്നും കാണുന്നു, ആ പടത്തിലായാലും ഈ പടത്തിലായാലും കണ്ടുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് അപ്പം നമ്മളെ ആവശ്യമാണ്, ഞങ്ങൾ മസ്റ്റാണ് സിനിമയിൽ. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഒരു 10-600 പേരുണ്ട് അഭിനേതാക്കൾ. പിന്നെ ഒരു സിനിമയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഫേമസായി ഭയങ്കര ഒരു ഇതിലായി പോവും. അങ്ങനെ ഒരു പെൺകുട്ടികൾക്കൊക്കെ അങ്ങനെ ഒരു ചിന്തയുണ്ട് മനസ്സിൽ. അപ്പോൾ അവർ പുതുതായിട്ട് വരുമ്പം ഇവിടെ അവർ മസ്റ്റല്ലാത്തത് കൊണ്ട് ആൾക്കാർ ചിലപ്പം ഇങ്ങനെയൊക്കെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുക. ചിലർക്ക് താല്പര്യം കാണും. ഞാൻ ചോദിക്കുന്നത് ഈ ഹേമ കമ്മീഷൻ ഇതിപ്പോൾ ഇങ്ങനൊരു സംഭവം വന്ന് എന്തുകൊണ്ടാണ്? അതിജീവിതയുടെ ആ പ്രശ്നം കൊണ്ടല്ലേ? ആക്രമിക്കപ്പെട്ടു ആ സംഭവത്തിലാണ്. 7 വർഷമായി ആ സംഭവം കഴിഞ്ഞിട്ട് ഇതുവരെ ആ നടിക്ക് നീതി കിട്ടിയോ? കോടതിയുടെ പരിഗണനയിലാണ്. ഈ പരിഗണന ആദ്യം അതിനുവേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ WCC നല്ല കാര്യമാണ്, അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ നല്ല കാര്യമാണ്. അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ അറിയുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ അത് 7 വർഷം കഴിഞ്ഞു. അവരതിനു വേണ്ടി ഒന്നുകൂടെ ശ്രമിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലേ? അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കമ്മിറ്റിയൊക്കെ വെച്ചത്. ഈ കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ അതിൽ നടപ്പിലാവുമെന്ന് ചേച്ചി കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതെന്തുകൊണ്ട് നടക്കത്തില്ല? അത് തന്നെ കാരണം കോടതിക്ക് വേണ്ട എന്താ തെളിവല്ലേ? ഇപ്പോൾ ഞാൻ ഒരാൾ പറയാം എന്നെ ഇങ്ങനെ ഒരാൾ വിളിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ തെളിവൊന്നുമില്ല. നമ്മൾ ഈ എന്തെങ്കിലും എൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ നമ്മളോട് സംസാരിച്ച് എൻ്റെ ആ റെക്കോർഡ് ചെയ്ത് ഒന്നും ഇല്ലല്ലോ. പക്ഷേ കമ്മിറ്റി പുറത്തുവിടാത്ത വിവരങ്ങളിൽ ഇത്തരം ക്ലിപ്പിംഗ്സും വിളിച്ചതിൻ്റെ സന്ദേശം ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ പിന്നെന്താ വിടാത്ത? അവരാരെയാണ് പേടിക്കുന്നത്? അവരങ്ങനെയാണെങ്കിൽ കേസെടുത്ത് മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത്? അവരാരെയാണ് പേടിക്കുന്നത്? പിന്നെ ഈ കമ്മിറ്റി പിന്നെ 4-5 വർഷമായപ്പോൾ 7 വർഷം മറ്റോയി. ഇവിടെ 4-5 വർഷം മുമ്പ് ഈ പെൺകുട്ടികൾ കുറേ അനുഭവിച്ചു എന്നൊക്കെ പറയുന്നു. ഇവരെന്തുകൊണ്ട് പുറത്ത് പറഞ്ഞില്ല? ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് എന്താ? ഇവർക്ക് അതിനുള്ള ധൈര്യമില്ലേ? പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണി ഒരു ഭാഗത്ത്, അവസരം നഷ്ടപ്പെടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ വഴങ്ങിന്നിരിക്കട്ടെ, അവസരം കിട്ടുമെന്ന് എന്താ ഉറപ്പ്? അവസരം കിട്ടുമെന്ന് ഉറപ്പില്ല. വഴങ്ങിയാലും അവസരം കിട്ടുമെന്ന് ഉറപ്പില്ല. പിന്നെന്തിനാ? അപ്പോൾ അത് പറയേണ്ടതായിരുന്നു. അതെല്ലാവരും ധൈര്യത്തോടെ പറയണമായിരുന്നു. എങ്കിൽ ഇത്ര ഒരു പ്രശ്നം മെനക്കെട്ട് വന്നിട്ട് പിന്നെ ഇത് പറഞ്ഞുള്ള അവസരം കളയാതെ പിന്നെ എങ്ങനെയും പിടിച്ചു നിൽക്കാനല്ലേ പലരും നോക്കത്തുള്ളൂ. ജീവിത സാഹചര്യം ഒരു ഘടകം. അതെ, ഭയങ്കര ഞാൻ പറയുന്നെങ്കിൽ ചെറിയ വേഷങ്ങൾ അഭിനയിക്കുന്നവർ വലിയ കഷ്ടമാണ്. അന്നും അങ്ങനെയാണോ? അന്ന് അങ്ങനെ ഇല്ല. കാരണം ഞാനൊക്കെ ആരെങ്കിലും മോശമായിട്ട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്? എന്നോട് ആരും സംസാരിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മസ്റ്റായിരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് പേര് വന്നില്ലേ, അവസരങ്ങൾ ഇഷ്ടം. കാരണം ഒരു സിനിമയിൽ തല കാണിച്ചാൽ ഭയങ്കര ഇതല്ലേ, മീഡിയയിലും അതിലുമൊക്കെ നമ്മുടെ പേര് പറഞ്ഞു. അങ്ങനെയൊക്കെ നമുക്ക് സീരിയലോ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. ചേട്ടനെ കുറിച്ചൊക്കെ അന്ന് ഒരുപാട് ആക്ഷേപങ്ങൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് ഗോസിപ്പ്. നിങ്ങളെ രണ്ടുപേരെയും കൂടെ ചേർത്തും? അതെ, ഞാൻ അങ്ങനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അതങ്ങ് തീർന്നു. പിന്നെ ഞാൻ നാട്ടിൽ ഇടയ്ക്കൊക്കെ ഈ പിന്നെ ഷൂട്ടിന് വരുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളു ഇവിടെ. അപ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ ആൾക്കാർ പറയുന്നത് അടൂർവാസി പോകുന്നു, അങ്ങനെ നടന്നു പോകുമ്പോൾ ശ്രീലത പോകുന്നു എന്നും പറയും. അപ്പോൾ ആദ്യം ഈ ഗോസിപ്പുകളൊക്കെ അന്ന് ഈ ഇതിലെ പത്രത്തിലൊക്കെ വരുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ എന്ത് ചീത്ത പേര്.
അപ്പം ഞാനത് ഒരിക്കൽ നസീർ സാറുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് പറഞ്ഞു. നസീർ സാറ് പറഞ്ഞു, നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത് എന്നോട് ചോദിച്ചു. കാരണം ഇപ്പം നിങ്ങൾ കരുവറ്റായി കിടന്ന ഒരു നാട്ടുമ്പുറത്തുകാരിയല്ല, നിങ്ങൾ ഫേമസായി. നിങ്ങൾ ഫേമസ് ആയതുകൊണ്ടാണ് ഈ ഗോസിപ്പ് വരുന്നത്. അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ഒരു നാരായണിയെക്കുറിച്ച് എഴുതി ആരെങ്കിലും വായിക്കുകയോ? സന്തോഷിക്കുക. സത്യം. അതാണ് എൻ്റെ മനസ്സിൽ സത്യമാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കിടക്കും. അല്ല, ഈ ആരോപിക്കപ്പെടുന്ന പോലെ അല്ല, ഈ ഗോസിപ്പ് പോലെ എന്തെങ്കിലും വലിയ അടുപ്പം അടൂർബാസി ചേട്ടനോട് ഉണ്ടായിരുന്നോ? ഇല്ല. അഭിനയിക്കുന്ന കാര്യത്തിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥതയായിരിക്കും. കാരണം ഒരു 10-17 വയസ്സുള്ള ചെറുപ്പക്കാർ ഇവിടെ അങ്ങേർക്ക് അന്നേ ഒരു 40 വയസ്സുണ്ട്. എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു പ്രായത്തിൽ ഇത്രയും 40 വയസ്സുള്ള ഒരാളുടെ പ്രേമം തോന്നേണ്ട ഒരു കാര്യമില്ല, എനിക്ക് തോന്നിയില്ല. ഇല്ല. നസീറിന്റെ നായിക ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ 1-2 സിനിമയിൽ അഭിനയിച്ചു. ഒന്ന് പാതിരാവും പകൽ വിളിച്ചു, പിന്നെ വേറെ സിനിമയിൽ പാതിരാവും പകൽ വിളിച്ചു. ഒന്ന് വിധുബാലെ, അദ്ദേഹം ഡബിൾ റോളായിരുന്നു. ഒന്ന് ഞാനും അങ്ങനെ അഭിനയിച്ചു. ആ ഒരു ആഗ്രഹം നിറവേറ്റി. പക്ഷെ അന്ന് ഈ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഈ താര ജോഡികൾ, ഇപ്പൊ നസീർ ഷീല അല്ലെ നസീർ ജയഭാരതി, മധു ജയഭാരതി, സത്യൻ ഷീല, അന്നേരം ഈ ഗ്രൂപ്പ് ഇതൊരു ഗ്രൂപ്പ് ഫോർമേഷനായി മാറുകയും അവർക്ക് ഇഷ്ടപ്പെട്ട നായികമാരെ മാത്രം അടുത്ത ചിത്രങ്ങളിലോട്ട് ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അല്ല, ചില ക്യാരക്ടേഴ്സ് വരുമ്പം ഇപ്പം ജയഭാരതി ആയാലും ഷീലാമ്മയായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആകെ ഒരു 4-5 പേരേ ഉള്ളൂ ഇവിടെ. ഷീലയും ജയഭാരതി, വിധുബാലയും, പിന്നെ ശാരദ, ഇങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. ഇവരൊക്കെ തമ്മിൽ അടുപ്പമായിരുന്നോ? നല്ല അടുപ്പമായിരുന്നു. അല്ല, വേറെ ഇല്ലില്ല. അന്നും 130 പടവും 120 പടവും ഉണ്ട്, റിലീസാവുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അവസരമുണ്ട്. ഞാൻ തന്നെ ഒരു വർഷത്തിൽ 30 സിനിമ അഭിനയിച്ചു. അന്ന് എന്നെ തമിഴിൽ നിന്നൊക്കെ അഭിനയിക്കാൻ വിളിച്ചിരുന്നു. എന്നിട്ട് എനിക്കത് പോകാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒരു സിനിമ അഭിനയിച്ചു, ബാലാജി സാറിൻ്റെ, അതും പിന്നെ ശിവകുമാറും അവരുടെയൊക്കെ ഒരു കോമ്പിനേഷനിൽ, രാധക്കേറ്റ കണ്ണൻ എന്നും പറഞ്ഞിട്ട്. ഈ മധു, നസീർ, സത്യൻ ഇവരൊക്കെ ഒരു പവർ ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ടോ? ഇപ്പൊ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന 15 അംഗ പവർ ഗ്രൂപ്പാണെന്നും മാഫിയ പിന്നിലുണ്ടെന്നും ഈ കമ്മിറ്റി എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ എന്താണ് പവർ ഗ്രൂപ്പ്? എനിക്കൊന്നും അറിയാം. അന്ന് ഒരു ഗ്രൂപ്പൊന്നും ഇല്ല. അന്ന് നമുക്ക് ക്യാരവനില്ല. നമ്മളെല്ലാവരും കൂടെ മുറ്റത്തിരുന്ന് ഷൂട്ടിംഗ് ലൊക്കേഷന് പുറത്തിരുന്ന് സംസാരിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, പരസ്പരം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇതൊക്കെയായിരുന്നു. ഇന്ന് അതെല്ലാം അങ്ങ് പോയി എല്ലാവരും തനിത്തനി പിന്നെ ക്യാരവനിൽ കയറിയിരിക്കുന്നു, ഓരോ ഷോട്ട് എടുക്കുന്നു, പിന്നെയും വന്നു. ഇതൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഒരേ ഭക്ഷണമായിരുന്നു അന്നോ? അതൊക്കെ ഒരേ ഭക്ഷണമായിരുന്നു. തരംതിരിവ് സൂപ്പർ സ്റ്റാർ ഒന്നുമില്ല. ഇല്ല. നസീർ സാറൊക്കെ ഉച്ചയ്ക്ക് ചിലപ്പോൾ തൈര് സാധമൊക്കെ ഉണ്ട് കൊടുക്കുന്നത്. പുള്ളി കഴിച്ചു പറയും നന്നായിട്ടുണ്ടെന്ന് എന്ന് പറയും. അവരങ്ങൊന്നും അങ്ങനെയുള്ള വാശി പിടിക്കാറില്ല. ഒരു വാശി. മധു സത്യനോടൊപ്പം അഭിനയിച്ചിട്ടില്ലേ? പിന്നെ സത്യന്റെ മകളായിട്ട് ആശാചക്രം ഒരു സിനിമ കൂടെ അഭിനയിച്ചു, മൂലധനം. തോപ്പിൽ ബാസിയേട്ടൻ്റെ. അപ്പം അന്നത്തെ സത്യം പറഞ്ഞാൽ അന്നത്തെ ഒരു എന്താ പറഞ്ഞ എല്ലാവരുമായിട്ടൊരു കൂട്ടായ്മ അതില്ല. ഈ 3 പേര്, സത്യൻ, നസീർ, മധു, അതെ, ഇവരിൽ ആരായിരുന്നു ഏറ്റവും മികച്ച അല്ലെ വ്യക്തിത്വം? അങ്ങനെ പറയാൻ പറ്റുമോ? വ്യക്തിത്വം പറഞ്ഞാൽ പ്രേം നസീറാണ്. അതെ. പക്ഷേ ഏറ്റവും ജോവിയൽ അല്ലെ, ഏറ്റവും എല്ലാവരോടും രസകരമായിട്ട് ഇടപെടുന്ന മധു ആണെന്ന് ഷീലാമ അടുത്തിടെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിരുന്നു. അതെ അല്ലേ? ഒരു കൂട്ടുകാരൻ്റെ സ്വഭാവം. മറ്റേ മധുസാറും അതെ. പക്ഷേ മധുസാറ് ഒരുപാട് അങ്ങോട്ട് തമാശയൊന്നും പറയത്തില്ല, കുറച്ച് സീരിയസാണ്. സത്യമാഷും അതെ. അതേസമയത്ത് നസീർ സാറ് അങ്ങനെയല്ല. നസീർ സാറ് എല്ലാവരുമായിട്ടും അതെ വളരെ മിങ്കിൾ ചെയ്ത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുക, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വരിക, ഇതെല്ലാം ചെയ്യും. വലിപ്പച്ചെറുപ്പമില്ല. പിന്നെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ അറിയാത്ത പലരെയും സഹായിച്ചിരുന്നു. ചേച്ചി അവിടെ സിനിമാ രംഗത്ത് വന്ന് ഇപ്പോൾ ഒരു വർഷം തന്നെ 30 ചിത്രങ്ങൾ വരെ എത്തി. അന്നേരം ഒരു സ്ട്രഗിൾ ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല? ആദ്യ ഘട്ടത്തിൽ വല്ലോ ഈ സിനിമ അവസരം കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കാരണം എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ അപ്പച്ചിയും അവരുടെ ഭർത്താവും. അപ്പം ഞാൻ അവരുടെ വീട്ടിലാണ് കുറേ നാൾ താമസിച്ചിരുന്നത്. അപ്പം അത് കാരണം എനിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഒരുപാട് സിനിമകൾ, ഈ അവസരങ്ങൾ ഒത്തിരി വന്നു എന്നെ തേടി. വേറൊരു ഇപ്പോഴത്തെ ഒരു വലിയ വിഷയമായിട്ട് പറയുന്നത്, ഈ സ്ത്രീകൾക്ക് ഇപ്പോൾ മൂത്രം ഒഴിക്കണമെങ്കിൽ അവരെ ഇപ്പോൾ സമയം കളയുമെന്ന് പറഞ്ഞുകൊണ്ട് വിടത്തില്ല, അല്ലെങ്കിൽ സെറ്റിൽ അതിനുള്ള സംവിധാനങ്ങളില്ല, തുണി ഇങ്ങനെ മറച്ചു വെച്ച് പോകേണ്ട അവസരമുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകളെയാണെങ്കിൽ തീരെ വിടില്ല ഇതിന്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ അന്നത്തെ സാഹചര്യം എന്തായിരുന്നു? അന്ന് ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നാട്ടിൽ ഇവിടെ ഔട്ട്ഡോർ വരികയാണെങ്കിൽ ചിലപ്പം നമ്മൾ തുണി മറച്ചു വെച്ചൊക്കെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ അടുത്തൊരു വീട്ടിൽ കയറും. അത് ഞങ്ങളൊരു വലിയ കാര്യമാക്കിയില്ല. ഞങ്ങളുടെ അന്നത്തെ എന്ന് വെച്ചാൽ ഞങ്ങളെ മാക്സിമം ഞങ്ങൾ പ്രൊഡ്യൂസറെ സഹായിച്ചിരുന്നു. ഒരു പ്രൊഡ്യൂസർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് നമ്മൾ കാരണം കൊണ്ട്. അതേ സമയത്ത് നമുക്ക് ഒരുപാട് പൈസ കിട്ടാനുമുണ്ട്. അതെന്താ വെച്ചാൽ ഒരു വർഷത്തിൽ 3 സിനിമ എടുക്കുന്നവരാണ് പലരും.
അപ്പോൾ ഈ പടത്തിൽ അഭിനയിക്കുന്നതിൻ്റെ കാശ് മറ്റേ പകുതി തരും, അതിന് പകുതി തരും. പക്ഷേ എന്നാലും ഞങ്ങൾക്കൊന്ന് ആ രാത്രി 2 മണി വരെയൊക്കെ അല്ലേ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ കാരണം കോമഡി എടുക്കുന്ന വെച്ചാൽ നായകനെ നായികയൊക്കെ പറഞ്ഞു വിട്ടിട്ട് 10-2 ആയിരിക്കും മിക്കവാറും. അത് ശരി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് അത് വേറൊരു കാര്യമുണ്ട്, നമുക്ക് ജീവിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പരാതിയില്ല. സ്ത്രീകൾ വിവേചനം നേരിടുന്നുണ്ടോ സിനിമയിൽ? എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല ഇല്ല. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഇപ്പം പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പുതുമുഖമായിട്ട് എന്നാലും എല്ലാവരും സംസാരിച്ചു. ഇപ്പോൾ ചില കുട്ടികൾക്കെന്ന് വെച്ചാൽ വരുന്ന ചില പുതുമുഖങ്ങൾക്ക് അവർക്ക് അവരുടെ തോന്നൽ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇവർക്ക് വലിയ പിന്നെ സീനിയർ ആർട്ടിസ്റ്റുകളാണ്, ഇനിയിപ്പോൾ ഇവരൊക്കെ സംസാരിക്കുമെന്തോ അങ്ങനെ, അത് അവരുടെ മനസ്സിൽ. ഞാനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ അവരോട് പോയി സംസാരിക്കും. അപ്പോൾ അവരോട് പോയി സംസാരിക്കുമ്പോൾ അവർ ഫ്രീ ആയി. പുതുമുഖ നടിമാർക്ക് ജാട കൂടുതലാണോ? ആണോ? ജാട കുറച്ച് ജാടയൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഒരു സിനിമയിൽ അന്ന് ഈ ടെലിവിഷൻ്റെയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ, പത്ര റിപ്പോർട്ടുകൾ മാത്രമേ ഒരു താരം ഉദിച്ചു വന്നാറുള്ളൂ. ഇന്നിപ്പം ഇതിൻ്റെ ഒരു ടെലിവിഷനിലും ഒക്കെ കിട്ടുന്ന ഒരു പബ്ലിസിറ്റി, ഗ്ലാമർ, പിന്നെ കടകൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവം, അതിലൂടെ ഈ ഗ്ലാമറിൽ പലരും വീണു പോകുന്നില്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അവരൊരു കാര്യം ചിന്തിക്കണം, ഇതൊക്കെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവരെ തഴയപ്പെടും അല്ലേ? പിന്നെ ഏത് ഫീൽഡിലായാലും ഇതൊക്കെ ഇല്ലേ? ഏത് ഫീൽഡിലാണ് ഇതില്ലാത്ത? എല്ലാ ഫീൽഡിലുണ്ട്. ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് കുഴപ്പമുണ്ട്. ഇപ്പം നമ്മളൊരു സ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ബസ്സിൽ കയറുന്നു, അവിടെ നമുക്ക് ശല്യമാണ്. ട്രെയിനിൽ കയറുന്നു, അവിടെ നമുക്ക് ശല്യമാണ്. പിന്നെ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളെ വരെ ഇവിടെ ബലാത്സംഗം ചെയ്യുന്നു. സ്വന്തം അച്ഛനെ വിശ്വസിക്കാൻ വയ്യ നമുക്ക്. അവിടെ വരെ കുഴപ്പമാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ എല്ലാ ഫീൽഡിലുണ്ട്. സിനിമാ ഫീൽഡിൽ എല്ലാവരും ചീത്തയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിലുമുണ്ട് കുറച്ച് നല്ലവർ, കുറച്ച് ചീത്ത ആൾക്കാരും കാണും. ഇപ്പോൾ KS സേതുമാധവൻ്റെ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ട്. അദ്ദേഹം ഈ രംഗത്തെ ഏറ്റവും ജെന്റിൽമാനായ ഡയറക്ടറായിട്ടാണ് വിശേഷിക്കപ്പെട്ടത്. അതെ. അതുപോലെ ആയിരുന്നോ മറ്റു ഡയറക്ടർമാർ? തീർച്ചയായിട്ടും. നമ്മളെന്താ അറിയോ, നമ്മൾ ഈ ഡയറക്ടർ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന മാഷന്മാരുടെ കൂട്ടാണ് നമ്മുടെ ഒരു ബഹുമാനം. അവരും അതുപോലെ തന്നെയാണ്. നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോഴേ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ നമ്മൾ സംസാരിച്ചിരുന്നവരോട്. ഇന്നിപ്പോൾ എല്ലാം ജോളിയായിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു. അന്നൊക്കെ ഈ ചില നായിക നടിമാർ ചില സ്റ്റുഡിയോ നിർമ്മാതാക്കളുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വലിയ ഗോസിപ്പുകൾ വന്നിരുന്നു. അത് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നടിയുടെ മരണം വരെ ആത്മഹത്യയിലേക്ക് പോയതും ഒക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അന്നും അങ്ങനെ ഈ ആൾക്കാരെ ഇവരെ വൈകാരികമായി ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ അവസരങ്ങൾ കൊടുക്കാവുന്ന പ്രലോഭിപ്പിച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ അത്? അത് പറയുന്ന നടിയുടെ മരണം എന്ന് പറഞ്ഞാൽ അത് ഇന്നൊരു ദുരൂഹതയാണ്. അവരെന്തിന് ആത്മഹത്യ ചെയ്തു ആർക്കും അറിയത്തില്ല. എൻ്റെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടായിരുന്നു അവർ. അത് ശരി. ഞങ്ങളൊന്നിച്ച് അവൾ ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ കരിമാരിയമ്മൻ കോലി പോകുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യും. വളരെ നിഷ്കളങ്കമായിട്ടൊരു കുട്ടിയായിരുന്നു. കാരണം അത് വളരെ ചെറുപ്പത്തിൽ ഈ തമിഴ്നാട്ടിൽ വന്ന് ഒരുപാട് സിനിമകളിലൊക്കെ തെലുങ്ക് അതിലൊക്കെ അഭിനയിച്ച് മലയാളം അത്ര വശമല്ല. അവർ മലയാളിയാണ്, തിരുവനന്തപുരത്തുകാരിയാണ്, മലയാളിയാണ്. അപ്പം എന്തു വെച്ചാൽ എന്തോ ഒരു ഗോസിപ്പ് വന്നപ്പം അതിനെപ്പറ്റി ഈ മാധ്യമങ്ങൾ അവരോട് ഓരോന്ന് ചോദിക്കുമ്പം അവർ പറയുന്ന മറുപടിയല്ല ഇതിലെഴുതുന്നത്. അപ്പോൾ ഇവിടെ 2 പിന്നെ പ്രൊഡ്യൂസേഴ്സായിരുന്നു പിന്നെ ഒന്ന് കേരളത്തിലുണ്ടായിരുന്നു പ്രമുഖരായി. അപ്പം ഒരു വ്യക്തിയുടെ പടത്തിൽ അഭിനയിച്ചപ്പോൾ അല്പസ്വല്പം സെക്സ് ഇങ്ങനെ കണ്ട് അങ്ങനെ ഇതൊക്കെ എന്തൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി ഗോസിപ്പ് വന്ന് അവർ പറഞ്ഞു അത് നിങ്ങളത് ഷൂട്ട് ചെയ്ത് ഇടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു. അത് മറ്റവർ മുതലെടുത്തു. ഇവർ ഈ 2 പേരും തമ്മിൽ ഇവരെ നോവിച്ചുകൊണ്ടിരുന്നു. കാരണം ആ പ്രൊഡ്യൂസർ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ മറുപടി പറയും. അപ്പം അവർ മറുപടി പറയുന്നവർക്ക് ശരിക്കും മലയാളം അറിയാൻ വയ്യ. അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടായി. പക്ഷേ അവർ ഈ മരിക്കുന്ന ദിവസം അവരുടെ വീട്ടിൽ താമസിച്ചിരുന്ന ആരോ ഒരാൾ ഒരു കപ്പ് ചായ കൊടുത്തു. ആ ചായ കുടിച്ചതിന് ശേഷമാണ് അവർ മരിച്ചതെന്നാണ് പറയുന്നത്. അത് ശരി. അതെന്തോ സംഭവം എന്ന് അറിയാൻ വയ്യ. ചെന്നൈയിൽ വെച്ച്. അതെ, അതൊരു ദുരൂഹതയാണ്. ചേച്ചിയായിട്ട് അതിനു മുമ്പ് എത്ര ദിവസം മുമ്പ് കണ്ടിരുന്നത്? ഞാൻ അഭിനയിച്ചിട്ടുണ്ട് രംഗാദഹനം അങ്ങനെയുള്ള സിനിമകളൊക്കെ. ഈ മരണത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പേ കാരണം ഞാനന്ന് ഏതോ ഒരു സിനിമയുടെ ഞങ്ങളെല്ലാവരും ഞാനും ജയഭാരതിയൊക്കെ ബാംഗ്ലൂരിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇത് നടക്കുന്നത്. പിന്നെ അവർക്ക് ഒരു ഡയറക്ടറെ ബ്രദറുമായിട്ട് വലിയ തമിഴിലെ വലിയ സ്നേഹമൊക്കെ ആയിരുന്നു. അവരെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ അവർ?
അവരുടെ അല്ല, ആ വിഷമങ്ങൾ ഒരു പങ്കുവച്ചിട്ടുണ്ട്. വ്യക്തിയെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് എതിർപ്പായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളിയായ സഹോദരനാണ്. അല്ലല്ല, തമിഴ്. അത് അമ്മയ്ക്ക് എതിർപ്പുണ്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എതിർപ്പ്. പക്ഷേ അവര് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഒന്നും എന്ത് സാഹചര്യം ഒന്നും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ ലങ്കാദഹനത്തിലെ നായികയായിരുന്നു പ്രേം നസീറിന്റെ വിജയശ്രീ ആയിരുന്നു ആ നടി, തിരുവനന്തപുരം സ്വദേശി. പക്ഷെ അന്നേരം ആ ഒരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനു മുമ്പ് ആരോ പറഞ്ഞു, അതിനു മുമ്പ് അവർക്കൊരു ഫോൺ കോൾ വന്നെന്ന് പറഞ്ഞു. അത് സംസാരിച്ച് വെച്ച് കഴിഞ്ഞു. അപ്പോൾ അവര് പിന്നെ കേരളത്തിലെന്തോ ഷൂട്ടിങ്ങിന് പോകാനിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അവർ അവിടെ ഉണ്ടായിരുന്ന ആരോ ഒന്നിന് ചായ കൊടുത്തു. ചായ കുടിച്ചു കഴിഞ്ഞപ്പം അവർ പെട്ടെന്ന് ഇതായിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. ആ ഫോൺ കോൾ ആരായിരുന്നു, എന്തായിരുന്നു സംസാരിച്ചത് നമുക്കൊന്നും അറിയില്ല. ആ രീതിയിലുള്ള വാർത്തകളൊക്കെ അന്ന് വന്നിരുന്നു. ഇല്ല. അന്നത്തെ എന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്തില്ല. അങ്ങനെ പെട്ടെന്നെല്ലാം അങ്ങ് തീർത്തു. ഇന്നത്തെ പോലെ ഇന്നായിരുന്നെങ്കിൽ അത് വലിയൊരു ആഘോഷമായിട്ട്, അതെ, എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞ് അന്ന് അത്ര ഒരു ഇതില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു 74 ഒക്കെയാണ്. അതെ. അതുമല്ല അന്ന് പക്ഷേ ഈ നസീറിന്റെ നായികമാരായിരുന്ന ഷീല, ജയഭാരതി, ആ ഒരു ഗ്രൂപ്പിൽ പക്ഷെ വിജയശ്രീ വന്നപ്പോഴത്തേക്ക് അവസരങ്ങൾ കൂടുതൽ അവർക്കല്ലായിരുന്നു കിട്ടിയത്. വിജയശ്രീക്കായിരുന്നു അല്ലേ? അതെ. അവർക്ക് ഒരുപാട് സിനിമ നസീർ അവരെ സെലക്ട് ചെയ്തിരുന്നു എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വെച്ചാൽ കാണാൻ ഒരു നല്ല ഫിഗറായിരുന്നു, കുറച്ച് സെക്സി ആയിട്ടൊക്കെ അഭിനയിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ റെക്കമെൻഡ് ചെയ്തിരിക്കാം. അന്ന് ഈ നായിക നടിമാർ പലരും സെക്സിയായിട്ട് അഭിനയിക്കാൻ മടി കാണിച്ചിരുന്നു. ഇല്ല. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഏതോ ഒരു ഷൂട്ട്, എനിക്ക് തോന്നുന്നു ഉദയ സ്റ്റുഡിയോയിലാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെന്നപ്പോൾ അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞു ഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു ഡ്രസ്സ് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അതാണ്. അയ്യോ, ഞാൻ പറഞ്ഞു ഇത് വളരെ ചെറുതല്ലേ. അയ്യോ ഇത്. അപ്പോൾ എന്നോട് പറഞ്ഞു അടുത്ത് കിടക്കുന്നുണ്ടോ, അതിലും ചെറുതാണല്ലോ. അതാരുടെയാ? അത് നായികയുടെയാണ്. അന്ന് അങ്ങനെയുള്ള വിമുഖതയൊന്നുമില്ല. പക്ഷെ എങ്കിലും എനിക്കൊന്ന് ശാരദയൊക്കെ അതിൽ ഇതില്ല. പിന്നെ ശാരദ എന്ന് വെച്ചാൽ ശാരദയുടെ മുഖം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇതല്ല, ഫിഗറും അല്ലല്ലോ. ഷീലാമ്മയും മറ്റേ ജയഭാരതിയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള വേഷങ്ങൾ. ചേച്ചിയും പക്ഷെ അക്കാലത്ത് ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു ഇത് അട്രാക്ഷൻ ആയിട്ടുള്ള ഇതായിരുന്നല്ലോ. ഈ ഷീലാമ്മ ഇവരോട് ഞാനൊന്ന് പിടിച്ചു നിൽക്കണ്ടേ. അത് ശരി. ഈ ഇവരൊക്കെ ആയിട്ടുള്ള അടുപ്പം ഇപ്പോൾ എങ്ങനെയുണ്ട്? ഷീലാമ്മയായിട്ടൊക്കെ നല്ല അടുപ്പം. ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കും. നല്ല അടുപ്പത്തിലാണ്. പക്ഷെ ഞാൻ അന്ന് ഷീലാമ്മയെ ഒരുപാട് ആരാധിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? എനിക്കറിയാം, അവരുടെ ഒരു ഫിഗറും അവരുടെ ആ ഒരു കളറും അതൊക്കെ എനിക്കിഷ്ടമായിരുന്നു. അത് മറ്റേ ഇവരൊക്കെ ജയഭാരതി അങ്ങനെയൊക്കെ ഉള്ള ജയഭാരതിയെ എനിക്കിഷ്ടമായിരുന്നു. ജയഭാരതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജയഭാരതി എന്താ പറയുന്നത്, ഒരു കഥാപാത്രം കിട്ടിയാൽ അതുപോലെ അതിനെന്തൊക്കെ വേണം. അതിൻ്റെ ഒരു ഉദാഹരണം വെച്ചാൽ അലാവുദ്ദീനും അത്ഭുതങ്ങളും ആ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഐ വി ശശിയുടെ, അപ്പോൾ അതിൽ കമലഹാസൻ വളരെ മെലിഞ്ഞതാണ്. അപ്പോൾ ജയഭാരതിക്ക് അല്ലെങ്കിൽ തന്നെ കുറച്ച് വണ്ണമുണ്ട്. ജയഭാരതി അതിന് വേണ്ടിയിട്ട് ആ കമലഹാസൻ്റെ ആ ഫിഗറിന് ഒത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് 2-3 ദിവസം വെറും ലിക്വിഡ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു. കഥാപാത്രത്തിന്റെ മികവിന് വേണ്ടി വളരെ അല്ലെ നിങ്ങളെല്ലാവരും ഇപ്പം ചേച്ചിയാണെങ്കിലും ശ്രീലാമയും ജയഭാരതിയും ശാരദയും വിധുബാലയൊക്കെ മികച്ച നടിമാരായിരുന്നു അല്ലേ? ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്നത്തെ അഭിനേതാക്കളെ കുറിച്ച് എന്ത് പറയുന്നു? ഇന്നത്തെ അഭിനയം എന്ന് വെച്ചാൽ അന്നത്തെ പോലുള്ള കഥാപാത്രങ്ങളില്ല, കിട്ടുന്നില്ല, നല്ല ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നായികയില്ലാത്ത സിനിമകളില്ലേ ഇവിടുന്ന് ഓടുന്നില്ലേ? ഇപ്പോൾ കുറച്ച് പടങ്ങൾ ഞാൻ കണ്ടു, അതിലൊന്നും നായികയില്ല. ഇനിയിപ്പോൾ ഈ ഗോസിപ്പുകളും ഈ ഹേമ കമ്മീഷനൊക്കെ വന്നോട് ഇനി നായികമാരേ വേണ്ടെന്ന് വയ്ക്കാന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഈ റിപ്പോർട്ട് പുറത്ത് വന്നതിലൂടെ ഒരു രീതിയിൽ ഈ നടിമാർക്ക് ഒരു ചീത്തപ്പേരുണ്ടാകാൻ ഇടയാക്കിയില്ല. ഇപ്പൊ ഈ രംഗത്ത് പിടിച്ചു നിന്നവരൊക്കെ ഈ രീതി വന്നവരാണോ എന്ന് ഇന്ന് ഞാൻ ഈ മമ്മൂട്ടിയുടെ ബ്രദറിന്റെ മകനും ആരോ അഭിനയിച്ചൊരു പടം, അത് ഞാനൊരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആ കുട്ടി ചോദിക്കുന്നു ആ നായികയോട്, ഇതിലുള്ള അവസരം കിടന്നു കൊടുത്തിട്ടാണോ കിട്ടിയെന്ന്. അങ്ങനെ ചോദിച്ചു. അങ്ങനെ ഞാൻ കണ്ടു ഞാൻ. അപ്പോൾ ആ കുട്ടി ഒന്നും മിണ്ടുന്നില്ല. എന്ത് വൃത്തിയുടെ അല്ലേ? അല്ല, കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഈ മേഖലയിൽ നല്ല ആൾക്കാർ ഒരുപാടുണ്ട്, നല്ല മാന്യമായിട്ട് പെരുമാറുന്ന സംവിധായകരുണ്ട്, ഛായാഗ്രഹകരുണ്ട്, ഒരു ആ രീതി പെരുമാറുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും കൂടെ ഒരു ചീത്തപ്പേരുണ്ടായി. അതെ, എല്ലാവർക്കും കൂടെ ആരൊക്കെയോ ചെയ്യുന്ന പ്രവൃത്തികൾ അതിന്റെ ദൂഷ്യഫലം മറ്റുള്ളവർ അനുഭവിക്കുന്നു. താരസംഘടനകളൊന്നും അന്നില്ലായിരുന്നല്ലോ. ഒന്നുമില്ല. അന്ന് എങ്ങനെ നിങ്ങളെല്ലാവരും തമ്മിൽ അടുപ്പിച്ച് നിർത്തുന്ന വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കൂട്ടായ്മ അങ്ങനെ എന്തെങ്കിലും? ഒരു കൂട്ടായ്മ എന്ന് വെച്ചാൽ ഒരു ചലച്ചിത്ര പരിഷത്ത് എന്നൊരു ചെറിയ ഒരു സംഘടന, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പൈസ കിട്ടാൻ വളരെ പ്രശ്നമായിരുന്നു. ഈ നിർമ്മാതാക്കൾ പൈസ തരാനും എപ്പോഴും ദാരിദ്ര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് സംഘടനയുള്ള കാരണം നമുക്കതൊരു ബലമാണ്. നമ്മൾ അഭിനയിച്ച പഴയത് സീരിയലായാലും സിനിമയായാലും
നമുക്ക് ബാക്കി പൈസ വാങ്ങിച്ചു തരാനും അത് വലിയൊരു കാര്യമാണ്. സംഘടന ഇടപെടും. ഇടപെടും. സംഘടന വന്നതോടുകൂടി എന്തെങ്കിലും മെച്ചമുണ്ടോ അതോ ദോഷമാണോ ഉള്ളത് ഈ പൈസ മേടിക്കുന്നതല്ല? അതല്ലാതെ ഞാൻ പറഞ്ഞപ്പോൾ ഏത് സംഘടന ഇപ്പം ഈ ഒരു 60 വയസ്സ് കഴിഞ്ഞവർക്കും ഒക്കെ കൈനീട്ടം എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അത് അതെ, അമ്മ 10-200 പേർക്ക് കൊടുക്കുന്നു, തീരെ നിവൃത്തിയില്ലാത്തവർക്കൊക്കെ. മാസം 5000 രൂപ എന്ന് പറഞ്ഞൊരു ഒരു വർഷം 60,000 രൂപ ഇല്ലേ? അത് നിസ്സാര കാര്യമല്ല. പിന്നെ ഇൻഷുറൻസ് എത്ര പേര് വാങ്ങിച്ചിരിക്കുന്നു. അപ്പം സംഘടന നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ സംഘടനയുടെ തലപ്പത്തിരിക്കണമെന്ന എല്ലാവർക്കും ആഗ്രഹം, അത് നടക്കില്ല. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? മോഹൻലാൽ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കും, എന്നെ ഈ സംഘടന മാറ്റിക്കുക, എനിക്ക് വയ്യ, ഞാൻ ഒരുപാട് പരാതികൾ കേട്ടോണ്ടേ ഇരിക്കുക, എൻ്റെ സംഘടന മാറ്റിക്കും. പക്ഷേ നമ്മൾക്ക് പിന്നെ ഒരു മന്ത്രിയുടെ ലെവലിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗവൺമെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നമുക്ക് അതിനൊരു പറ്റിയ ഒരാൾ വേണ്ടേ? അത് മോഹൻലാലിനെ പോലുള്ള മോഹൻലാലോ അല്ലെങ്കിൽ മമ്മൂക്കായോ ആരെങ്കിലും വേണ്ടേ? പിന്നെ ഈ കൈയിട്ട് വാരാത്തൊരു വേണ്ടേ? അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്, അല്ലാതെ അവർക്ക് ഒട്ടും താല്പര്യമില്ല. ഇപ്പോൾ മറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വലിയൊരു ഗുരുതരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, മദ്യപിച്ച് വരുന്നവർ, മയക്കുമരുന്ന് ഉപയോഗിച്ച് വരുന്നവർ, ഈ സെറ്റിൽ വരുന്നവർ ഒരുപാട് പേരുണ്ട്. മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും വ്യാപകമായിരുന്നു. അന്ന് ഈ അക്കാലത്ത് ആരെങ്കിലും മദ്യപിച്ച് സെറ്റിൽ വരുമായിരുന്നു? ഇല്ലില്ല. സിനിമ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് മദ്യപിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അന്നും ഈ ഡ്രഗ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ജനകീയമല്ല. ഇന്നിപ്പോ അങ്ങനല്ലേ, ഇപ്പൊ എവിടെ എവിടെയെങ്കിലും കിട്ടൂലേ, അവൈലബിൾ ആണ്. അന്ന് എന്താ അറിയോ, അന്ന് നമ്മളൊരു നായകനോട് സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈശ്വര ആരെങ്കിലും കാണുന്നുണ്ടോ, അല്ല മോശമല്ലേ, അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ ഇല്ല. ഇപ്പം പക്ഷേ നടിമാർ പോലും മദ്യപിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അക്കാലത്തോ? ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. അത് ഒരു പക്ഷേ രഹസ്യമായിട്ടായിരിക്കാം, പക്ഷേ പരസ്യമായിട്ട് ഒരു നടി മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല. മദ്യത്തിൽ മുങ്ങിപ്പോയി ജീവിതം പോലും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അല്ലെ അവസരത്തിൽ അഭിനയ രംഗത്തുനിന്ന് മാറേണ്ടി വന്ന ആൾക്കാരുണ്ടോ? ഒരിക്കലും ഇല്ല. ഇല്ല. പക്ഷെ ഇന്ന് പക്ഷേ ഭയങ്കരമായിട്ട് ഈ ഡ്രഗ്സ്, ഇടയ്ക്ക് എന്തോ പറഞ്ഞല്ലോ, ഒരു നടന്റെ പല്ല് പോലും പൊടിഞ്ഞു പോകുന്നു എന്നൊക്കെ ടിനി ടോം എന്ന് പറഞ്ഞൊരു നടൻ വെളിപ്പെടുത്തിയാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു മനുഷ്യൻ അർഹിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പൈസ വരുന്നു. ഇപ്പം ഒരു ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നു, കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന അവരുടെക്കാട്ടിൽ കൂടുതൽ പൈസ വരുമ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അവരെന്താ വിചാരിക്കുന്നത്, ജീവിതം ആസ്വദിച്ച് ജീവിക്കാം, സുഖിച്ച് ജീവിക്കാം. അതിന് അവരോരോന്നും കണ്ടുപിടിക്കും. പിന്നെ പണ്ട് കാലത്തൊക്കെ ബാസ്ചേട്ടനെ എങ്ങനെയായിരുന്നു വെച്ചാൽ, സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചിലവാക്കത്തില്ല. ഈ എവിടെങ്കിലും പോയാൽ ഉടനെ തന്നെ അമേരിക്കയിലോ അവിടെയൊക്കെ പോകുമ്പം ഈ ആൾക്കാരുടെ അവരുടെ ആരാധന ഈ ഇങ്ങനെ ഇത് കാണിക്കുന്ന വെച്ചാൽ ഒരു കുപ്പിയായിട്ട് വരും, സൽക്കരിക്കല. അടൂർ ബാസി എന്ന് പറയുന്ന നടനെതിരെയും ഈ നടി സഹ കഥാപാത്രങ്ങൾ പെരുമാറുന്ന ആക്ഷേപം KPSC ലളിത പോലും ഉന്നയിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, എന്തുകൊണ്ട് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞില്ല? നമ്മളൊരു വ്യക്തിയെ മരിച്ചു കഴിഞ്ഞിട്ട് എന്തിനാ പറയുന്നത്? അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ചോദിക്കാൻ വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ അദ്ദേഹം ബന്ധുക്കളോ വരുന്നില്ല, ബന്ധുക്കളില്ല. അപ്പം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ പരസ്യമായിട്ട് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാൻ വയ്യാത്ത ഒരു വ്യക്തി ഇങ്ങനെ മരിച്ചു കഴിഞ്ഞില്ലേ പറയുന്നത്? അങ്ങനെ മരിച്ചു കഴിഞ്ഞ് ഒരുപാട് പേര് കാണും, നമുക്ക് കുറ്റങ്ങൾ പറയാം. നമ്മൾ ഒരിക്കലും ഇത് പറയാൻ പാടില്ല. അല്ല, അങ്ങനെ ഉള്ളൊരു പ്രകൃതക്കാരനായിരുന്നോ? അങ്ങനെ ഒരു ഇപ്പം അന്നൊരു പ്രാവശ്യം ഇതുപോലെ കബീർ പൊന്നമ്മ ചേച്ചി പറഞ്ഞതുപോലെ ബാസ്ചേട്ടനെ കുറിച്ച് ലളിത ചേച്ചി പറഞ്ഞത് തെറ്റാണ്. കാരണം ഈ ബാസ്ചേട്ടന് ചില ചേഷ്ടകളും പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു സ്ത്രീയുമായിട്ട് കൂടുതൽ അടുപ്പം അങ്ങനെ കാണിക്കത്തില്ല. അങ്ങേർക്ക് സ്ത്രീകളെ പേടിയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ. പക്ഷെ അവസാന കാലം പുള്ളിയുടെ വളരെ ദയനീയമായിരുന്നു. ദയനീയമായിരുന്നു. പൈസ ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലൊക്കെ കുറേ പൈസയും പരിപാടിയൊക്കെ ചിലവായി. പിന്നെ ഞങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്താ വാസിട്ട് കല്യാണം കഴിക്കാത്തത്? അവിവാഹിതനെ തുടർന്നു. അപ്പം പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ജീവിതത്തിൽ പൈസക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പം അല്ല, വേറൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മളുണ്ടാക്കുന്ന പൈസയൊക്കെ ഇങ്ങനെ ചിലവാക്കിയെന്ന് പറഞ്ഞാൽ അതെനിക്ക് സങ്കല്പിക്കാൻ വയ്യ. അപ്പം ഞാൻ ചോദിച്ചു, ഇത് തന്നെ നിങ്ങളുടെ അമ്മയൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങളുണ്ടാവില്ല. അപ്പം പുള്ളി അങ്ങനെ മറ്റൊരു സ്ത്രീയുടെ അങ്ങേർക്ക് സ്വാതന്ത്ര്യം വേണം. അദ്ദേഹം മദ്യപിച്ചിട്ടായിരുന്നോ വന്നോണ്ടിരുന്നത്? അല്ല. പ്രേംനസീറിനെ നിയന്ത്രിച്ചിരുന്നതിൽ ഒരു റോള് അടൂർ ബാസിക്കും മുത്തയ്യയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരാരും മദ്യപിച്ച് അഭിനയിക്കാൻ വന്നിട്ടില്ല. അല്ല, ഈ മുത്തയ്യൊക്കെ ഈ താരങ്ങളെ സെലക്ട് ചെയ്യുന്നതിലും ഇടപെടുമായിരുന്നു? അതെനിക്കറിയത്തില്ല. ഇല്ല. ഇപ്പോഴത്തെ ഈ അഭിനേതാക്കളുടെ കാര്യം ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചു, ഈ ഷീലാമ്മ മറ്റുള്ള പഴയ നടിമാരുമായിട്ട് താരതമ്യം ചെയ്യുന്നു. ചേച്ചിയെ ആകർഷിച്ച ഏറ്റവും മികച്ച ഒരു നടി ആരാണ്? പുതിയ തലമുറയിലോ?
പിന്നെ ഞാൻ അങ്ങനെ പുതിയ തലമുറ ഒരുപാട് പേരോട് അഭിനയിച്ചിട്ടില്ല. പക്ഷേ നയൻതാര എനിക്കിഷ്ടം. ഞാൻ 2 സിനിമയിൽ നയൻതാരയോട് അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ. വളരെ പിന്നെ കറക്റ്റ് പഞ്ച്വാലിറ്റി നോക്കുന്ന ഒരു നടി. 9 മണിക്കെന്ന് പറഞ്ഞാൽ 9 മണിക്ക് തന്നെ മേക്കപ്പ് ഇട്ട് സെറ്റിലിട്ടിരിക്കും. 6 മണിക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പോയിരിക്കും. അങ്ങനെ സമയനിഷ്ഠ പാലിക്കും. ഇപ്പോഴത്തെ പലരും അങ്ങനെ അല്ലെന്ന് തോന്നുന്നു. ഇപ്പം പലരും അങ്ങനെ അല്ലെന്ന് തോന്നുന്നു. സമയത്ത് ഇപ്പം സിനിമയിൽ അഭിനയിക്കാതെ സീരിയലിലാണല്ലോ കൂടുതലും. അതെ. എന്തുകൊണ്ട് സിനിമയിൽ അവസരം? സിനിമയിൽ അമ്മ വേഷം ഇല്ലല്ലോ. അച്ഛനും അമ്മയൊക്കെ പോയിട്ട് എത്ര നാളായി. ഇപ്പോഴത്തെ സിനിമ എന്ന് വെച്ചാൽ ഇപ്പോൾ എറണാകുളത്താണ് സിനിമ നടക്കുന്നെങ്കിൽ അവിടെ ആരെങ്കിലും അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ ഒരു സിനിമ 2 സിനിമ വിളിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുകയാണെങ്കിൽ എന്തിനാ വെറുതെ ഈ എറണാകുളത്ത് അഭിനയിക്കാൻ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നേ? തിരുവനന്തപുരത്താകുമ്പോൾ ഇവിടെ ഉള്ളവരെ വിളിച്ചാൽ പോരെ. അതിപ്പോൾ സീരിയലായോ അങ്ങനെ സ്ഥലം നോക്കി തന്നെ, അല്ലെങ്കിൽ ഇവരെ താമസിപ്പിക്കണം. അപ്പോൾ ഇവിടെ ഉള്ള ഇതിൽ എന്തെങ്കിലും വേഷങ്ങളുണ്ടെങ്കിൽ നമ്മളെ തീരെ ഒരു സീനൊക്കെ അഭിനയിക്കാൻ വേണ്ടി മിക്കവാറും ഒരു സീനൊക്കെ ആയിരിക്കും. അപ്പം നമ്മളെന്ന് വിളിക്കാൻ ഇപ്പോൾ കുട്ടനാട്ടിലൊരു ഷൂട്ടിങ്ങിന് പോയാൽ അപ്പം നായകനെ നായികയൊക്കെ ഫിക്സ് ചെയ്യും. പിന്നെ ഡയറക്ടർ പറയാം ഇനിയിപ്പം ഒരു അമ്മ വേഷമുണ്ട്, ഇതിനകത്ത് ഒരു സീനുണ്ട്, ഇവിടെ എവിടെങ്കിലൊക്കെ പോയി നോക്കിക്കുക, ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോവാ. അങ്ങനെ സീരിയൽ രംഗത്തുള്ള ആ മേഖലയിലും ചൂഷണം എന്നൊക്കെ ഇടയ്ക്ക് വലിയ ആക്ഷേപം വന്നായിരുന്നു. അവിടെ ഉണ്ടോ ചൂഷണം? അവിടെ അങ്ങനെ വലിയ ചൂഷണം ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. ചില ഇടയ്ക്കൊരു നടി ആത്മഹത്യയൊക്കെ ചെയ്തായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ. അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ, വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഈ നടിമാരെന്തിനാണ് ഒരു കല്യാണം കഴിച്ച വ്യക്തിയായിട്ട് എടുക്കാൻ പോകുന്നത്? കല്യാണം കഴിച്ച് പിള്ളേരും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിട്ട് ഇവരെ കൊണ്ട് എടുക്കുക. അപ്പോൾ ആ സ്ത്രീയുടെ ജീവിതവും നശിച്ചു, ഈ സ്ത്രീയുടെ ജീവിതവും നശിച്ചു. അതെന്ത് കാര്യത്തിന്? അവസരങ്ങൾക്ക് വേണ്ടിയാണോ? ആയിരിക്കാം, അതെനിക്കറിയില്ല എന്തിനാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഈ ഫീൽഡിൽ ഇപ്പോൾ ഒരു നടി ഇപ്പോൾ കല്യാണം കഴിച്ചു, അവിടെ ഭർത്താവ് വിട്ടുപോയോ എന്തെങ്കിലും ചെയ്താൽ ഉണ്ടെ തന്നെ അടുത്ത സഹതാപ തരംഗമായിട്ട് ചില അടുത്ത് കൂടും. അതിൽ ഈ പെൺപിള്ളേർ വീണു പോകും. അയ്യോ അതെ, വിഷമിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നിൻ്റെ എന്ത് സഹായം എന്നോട് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് തോന്നുന്നു ഈശ്വര എൻ്റെ അടുക്കൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവരുണ്ടല്ലോ, എന്നാൽ അങ്ങനെ വീഴ്ത്തുക, അങ്ങനെ വീണു പോകും. പക്ഷെ ഞാൻ പറയുന്നത് ആ വീഴരുത് ഈ പിള്ളേർ. അപ്പോൾ എന്ത് പറ്റുന്നു? അങ്ങനെ വീഴുന്ന അയാളുമായിട്ട് ജീവിതം തുടങ്ങി, അതിലൊരു കൊച്ചിനെ കൂടെ കൊടുത്തു, അവൻ എൻ്റെ പാട്ടിന് പോകും. അങ്ങനെ ഒരുപാട് ജീവിതം ഒരുപാട് ജീവിതമുണ്ട്. പെൺകുട്ടികളൊന്നും ആലോചിക്കണം. ഈ സഹതാപ തരംഗമായിട്ട് വരുന്ന അവൻ്റെ കാര്യം കാണാനൊന്നും ആലോചിക്കുന്നില്ല. നമുക്കത് നമ്മുടെ തന്നെ പല നടിമാരും പല വിവാഹിതരും ഉണ്ടല്ലോ. അതെ, ഒന്നിലും പറ്റുന്നില്ല, 2ലും പറ്റുന്നില്ല, 3ലും പറ്റുന്നില്ല. ഇതെന്തോ ഇത്, എന്തൊരു ജീവിതമാണ് ഇത്. പിന്നെ ഞാൻ പറയുന്നെങ്കിൽ കല്യാണം കഴിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും അതിനൊരു നമ്മുടെ ഇതിലോട്ടാക്കാൻ സന്ദർഭം കൊടുക്കരുത്. അതൊരു കഷ്ടമാണത്. ആ സ്ത്രീക്ക് എന്തോ ഒരു മനസ്താപമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. കുട്ടികളുണ്ടാവും, കുറച്ച് നാളുകൾ ഇവിടെ ഉണ്ടാവും, അങ്ങനെ എത്രയോ പേരുടെ ജീവിതം നശിക്കുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എല്ലാം തിരിച്ചു ചെല്ലും. അത് എന്തിനാണോ എന്തോ. ഇപ്പോൾ ഈ ചലച്ചിത്ര രംഗത്ത് വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇപ്പോൾ ഒരു വല്ലാത്തൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് വല്ലാത്തുണ്ട്. ഇനിയിപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ പുതിയ ആൾക്കാർ വരാൻ മടിക്കൂ എന്ന് കരുതുന്നുണ്ടോ? എന്ന് ഞാൻ കരുതുന്നില്ല. ഇല്ല. കാരണം എല്ലാവരും ഈ സിനിമയിലോട്ട് മുഖം കാണിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അതാണ് നിങ്ങൾ ക്യൂവിലാണ്, അത് ഇവർ ചൂഷണം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ആരും മടിക്കില്ല, വരും. പിന്നെ ഞാനൊരു കാര്യം പറയും, ഇപ്പം 4 വർഷം മുമ്പോ 5 വർഷം മുമ്പോ നടന്ന കാര്യമൊക്കെ 15 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പറയുക, ഇങ്ങനെ ആളെ വിളിച്ചാൽ എനിക്ക് സൗകര്യമില്ല, ഇതിന് പടം വേണ്ട, പോ. ബോൾഡ്നെസ് വേണം ഇവിടെ. അതുപോലെ ഈ കാരവൻ സമ്പ്രദായമൊക്കെ വരുമ്പം ഈ സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ളവർക്ക് ഉള്ള ഒരു പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനം അത് ആ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനം വേണം. ഗവൺമെന്റ് കാര്യത്തിൽ കുറേ കാര്യങ്ങൾ ഇടപെടണം ഈ റിപ്പോർട്ടിൻ്റെ. അതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഭക്ഷണം രാത്രിയിൽ 12 മണി വരെ ഷൂട്ട് ചെയ്തിട്ടാൽ പിന്നെ ഭക്ഷണം കൊടുക്കുക, നല്ല ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് സമയത്തിന് കൊടുക്കണം. എല്ലാം സ്ത്രീകളല്ലേ. സീരിയലിൽ അഭിനയിക്കുമ്പോൾ ഒരുപാട് നേരം നിൽക്കേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഞാനിപ്പം 10-23 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നത്. ഇപ്പോഴും എന്നെ സീരിയലിനോ സിനിമയ്ക്കോ എന്തിനെങ്കിലും വേണ്ടി വിളിക്കുന്നുണ്ട്. അതൊരു ഭാഗ്യമല്ലേ. എന്നെക്കാട്ടിലും
കഴിവുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അല്ല അങ്ങനല്ല, ഇപ്പൊ ചേച്ചി നല്ല കഴിവുള്ള നടിയാണല്ലോ. അല്ല, അവർക്കൊരു അവസരം കിട്ടുന്നില്ലല്ലോ. ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ തിരിച്ചു വന്നപ്പോൾ മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ചു. ഞാൻ പോലും ഒരുപക്ഷെ കുന്നംകുളത്തിരുന്നപ്പോൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല എനിക്ക് ഇവരോടൊക്കെ അഭിനയിക്കാൻ പറ്റുമെന്ന്. അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. പിന്നെ എത്ര നേരം മക്കളൊക്കെ UK-ലൊക്കെ ആയി നമ്മൾ എത്ര നേരം വെറുതെ വീട്ടിലിരിക്കും. ആ ഒരു വിരസത മാറ്റം അതെ, നമുക്കറിയാവുന്ന ഇതുമാണ്. അതെ, പിന്നെ എപ്പോഴും പാട്ട് കച്ചേരിക്കൊക്കെ പോകുന്നുണ്ട്. സംഗീതം സജീവമാണ്. സജീവമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് കുന്നംകുളത്തെ വീട്ടിൽ ഈ കഷായവും മറ്റൊക്കെ ഉണ്ടാകുന്ന അവിടെ വെച്ച് അല്ല, അതിന്റെ മെനക്കെട്ട് നിൽക്കുന്ന ചിത്രമായിട്ട് മനസ്സിലുണ്ട്. നമ്മളുടെ ജീവിതം അന്ന് അതായിരുന്നു. അപ്പൊ നമ്മൾ അതിലോട്ടങ്ങ് പോയി. അങ്ങനെ വേണം. നമ്മൾ എവിടോട്ട് പോകുന്നോ, നമ്മൾ ഇനി അവിടെയാണോ, ഇനി അവിടെ തന്നെ നമ്മുടെ ജീവിതം. നമ്മൾ തിരിച്ചു വന്നോ, ഇനി ഇവിടെയാണ് നമ്മുടെ ജീവിതം. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പഠിക്കണം. പിന്നെ പറയേണ്ട കാര്യങ്ങൾ, ഞാൻ എൻ്റെ കാര്യങ്ങൾ അങ്ങനെ മുഖത്ത് നോക്കി പറയും. അതുപോലെ അഭിനയിച്ച കാശ് കിട്ടാറുണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങിക്കും ഞാൻ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കഷ്ടപ്പെടുന്നതാണത്, അല്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പം ടാറ്റ ബിർളയൊന്നുമില്ല. അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് സീരിയലിൽ നിന്ന് കാശ് കിട്ടുന്നില്ലെങ്കിൽ കാശ് കിട്ടുന്നിടത്തേ പോവുള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഡ്രസ്സ് വാങ്ങിക്കണ്ടേ? പിന്നെ റിപ്പോർട്ടിൽ പറയുന്ന 2 വാക്കുകൾ അഡ്ജസ്റ്റ്മെൻറ്റും കോംപ്രമൈസും ഉണ്ടെങ്കിൽ നടിയായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് ഈ പുതിയ തലമുറയ്ക്ക്. അത് ആ അവസ്ഥ മാറി വരേണ്ടതല്ലേ? അവസ്ഥയൊക്കെ മാറി. ഞാൻ പറയട്ടെ, ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സീനും 2 സീനും ഒക്കെ അഭിനയിക്കാൻ വരുന്നത് ഈ പെൺകുട്ടികളെ ചിലർ. അപ്പം അവരെങ്ങനെ ചൂഷണം ചെയ്തതിൽ ഇപ്പം ചിലർ പറയുന്നത് വെച്ചാൽ അവർ അഭിനയിക്കുന്ന 1000 രൂപ വെച്ചാൽ 500 രൂപ കൊടുക്കണമെന്ന് ഇടനിലക്കാർ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. മോശമാണത്. അന്ന് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ടോ? ഉണ്ട്. പക്ഷേ പ്രൊഡ്യൂസർക്കാണ് വാല്യൂ. പ്രൊഡ്യൂസറാണ് ഡേറ്റ് വായിക്കുന്നതൊക്കെ. പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്, അത്രേ ഉള്ളൂ. പ്രൊഡ്യൂസർക്കുള്ള വാല്യൂ കുറഞ്ഞു, ഇപ്പോൾ താരങ്ങൾക്കായി വാല്യൂ അല്ലേ? അതെ, അതിൻ്റേതായിട്ടുള്ള കൺട്രോളേഴ്സാണ് തീരുമാനിക്കുന്നതെല്ലാം. അതിൽ തന്നെ മാന്യമായി പെരുമാറുന്നവരുണ്ട്. എല്ലാവരും കറക്റ്റായിട്ട് പൈസ വാങ്ങിച്ചു തരുന്ന എല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും ഇതിൽ കോലിടാൻ നടക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവില്ല, എല്ലാ ഫീൽഡിലും. അതുപോലെ പിന്നെ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരെ പറ്റി പറയുമ്പം അത് കൂടുതൽ വായനക്കാർക്ക് ഇഷ്ടമാണ്. ഓ, ഇങ്ങനെ ആയിരുന്നല്ലോ, അതൊരു അസൂയം കൂടാ. ഇവനൊക്കെ കൊമ്പത്തിരുന്നതല്ലേ, ഇതാ ഇരിക്കുന്നു, ഇപ്പം കണ്ടില്ലേ? അങ്ങനെയുണ്ട് ചിന്തിക്കുന്നത്. എല്ലാ ഫീൽഡിലും എല്ലാ കാലത്തും ഉണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, സ്ത്രീയും പുരുഷനും ഉള്ളിടത്തോളം കാലം ഇതുണ്ടാവും. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, 2 വയസ്സുള്ളവരെ തന്നെ ഇവിടെ ഇത് ചെയ്യുന്നു. നമുക്കെന്താണെന്ന് അറിയാം, നമുക്കൊരു നിയമം വരണം ഇതിന്. നമ്മുടെ ഈ ഇന്ത്യയിൽ ഒരു ശരിയായിട്ടുള്ളൊരു നിയമമില്ല. ഇപ്പം നമ്മൾ ദുബായിലൊക്കെ പോകുമ്പോൾ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ഇറങ്ങി നടക്കാം, ആരും നമ്മുടെ പുറകെ വരത്തില്ല. അവരുടെ നിയമം അങ്ങനെയുള്ളതാണ്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്ക് വരെ പറ്റുമോ? ക്രൂരമായി കൊല്ലപ്പെടേണ്ടി വരുന്നു. അതാ പറഞ്ഞത്. അവിടെയൊക്കെ അധികം കൊലപാതകങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലല്ലോ. ഇതാണ് നമുക്ക് ഈ നമ്മുടെ നിയമം മാറ്റാനൊക്കത്തില്ല. അതെന്നറിയോ, ഒരു 90,000 പാർട്ടികളാണ് ഇവിടെ. എങ്ങനെ മാറ്റും? അവിടെയൊക്കെ ഭരിക്കുന്നത് വെച്ചാൽ രാജാവും അതിന് 1-2 പേരേ കൂടെ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു വരുമ്പോൾ നിയമമൊന്നും പറ്റത്തില്ല ഇവിടെ. അതാണ് നമ്മുടെ നാട്ടിൽ നിയമത്തിന് ഒരു വലിയൊരു നിയമം മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്കൊക്കെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെടാനും ഒക്കത്തുള്ളൂ. അപ്പോൾ സിനിമാ രംഗം കലങ്ങി തെളിയട്ടെ, നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാ രംഗത്തും നല്ലവരുമുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വരുമ്പം ഇതെല്ലാവരെയും കൂടെ ബാധിക്കുന്നു. അത് നിർഭാഗ്യകരമാണ്. കാരണം ഈ ചെറിയ ചെറിയ വേഷം അഭിനയിക്കാൻ വരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഒരിക്കലും ചൂഷണം ചെയ്യാൻ പാടില്ല. അത് അവരുടെ പ്രാക്കുണ്ടാവും, ഡെഫിനറ്റാണ്. അതിലൊരുത്തനും നന്നാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. ഒരു പക്ഷേ ഇതങ്ങനെ കലങ്ങി തെളിയാൻ വേണ്ടി ദൈവമായിട്ട് ഉണ്ടാക്കിയ ഒരു ഇതായിരിക്കാം. അതെ, എന്നെ സംബന്ധിച്ചുള്ള ആ അതിജീവിതയെക്കുറിച്ചുള്ള അത് കഴിയുന്നതും വേഗം ഒരു 7 വർഷമായി. അതിനൊരു പരിഹാരം കഴിയുന്നതും വേഗം ഉണ്ടാവണം. അതെ. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി. നമസ്കാരം.